മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ജഗദീഷൻ ഒരു ചെറിയ വേഷമാണ്. ഒന്നര സീനുള്ള വേഷം. കാരണം വെച്ചാൽ അതില് ഒരു സീനായിരുന്നു, അതിൽ അര സീനും കൂടെ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് കൊടുക്കുന്ന ഈ ക്യാമറ അനൗൺസർ ഒരാൾ, ടിക്കറ്റ് കൊടുക്കുന്നത് വേറൊരാളായിരുന്നു. അപ്പോൾ ഈ റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ടിക്കറ്റ് കൊടുക്കുന്നതും കൂടെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് തരാവുന്ന രഘുനാഥ് പലേരിക്കും ജിജോയ്ക്കും രാജീവ് കുമാറിന് അസോസിയേറ്റ് അവർക്ക് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് കൊടുക്കുന്ന ആളായിട്ട് വെച്ചിരുന്നത് അവിടെ നവോദയയിലുള്ള ഒരു ആർട്ടിസ്റ്റൊന്നുമല്ല, അപ്പം അതും കൂടെ ജഗദീഷനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നര സീൻ. അതൊരു നീണ്ട സിനിമാ ജീവിതത്തിലേക്കുള്ള ടിക്കറ്റാണ് അന്ന് ജഗദീഷേട്ടന് കിട്ടുന്നത്. തൊട്ടടുത്ത സിനിമ മുതൽ വേണുചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു നിര കലാകാരന്മാരുടെ പ്രതിഭാധനരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഗീവ് ആൻഡ് ടേക്കുകളിലാണ് പിന്നീട് ജഗദീഷേട്ടൻ എന്നുള്ള കലാകാരൻ വരുന്നത്. രണ്ടാമത്തെ സിനിമയിൽ തന്നെ വേണുചേട്ടനുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ജഗദീഷേട്ടൻ അന്ന് ഈ വേണുചേട്ടനൊക്കെ പരിചയമുണ്ടോ? അന്ന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ വേണുചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് NSS വിമൻസ് കോളേജ് തിരുവനന്തപുരം, അവിടെ വെച്ചാണ്. എൻ്റെ സഹോദരി അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു. അന്ന് മാർവിൻസ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് തിരുമ്പി വന്താൻ തമ്പി എന്ന നാടകമായിട്ട്, വിമൻസ് കോളേജല്ലേ തമ്പി, അതെ, ജി ശങ്കരപ്പിള്ള സാർ എഴുതിയ നാടകമാണ്. കോമഡിയുള്ള വേലുത്തമ്പി പപ്പുത്തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സറ്റയറാണ്. അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ വിമൻസ് കോളേജിൽ പോയി. വിമൻസ് കോളേജിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു നൃത്ത പരിപാടിക്ക് മൃദംഗം വായിക്കാനായിട്ട് വന്നത് വേണുചേട്ടനായിരുന്നു. കാവാലം സാറിൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫേവർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടി ആണെന്ന് വിചാരിച്ച് കാവാലം സാറിൻ്റെ റിലേറ്റീവിന് വേണ്ടി വന്ന് അവിടെ മൃദംഗം വായിച്ച വേണുചേട്ടനായിരുന്നു. അന്ന് പരിചയപ്പെട്ടു. അന്ന് കൂടുതലൊന്നും അറിയില്ല. തിരുമ്പിയോന്താൻ തമ്പി അന്നേ എല്ലാവരുടെ ഇടയിലും ഫേമസ് ആണ് ആ നാടകം, കാവാലം സാറിൻ്റെ സംവിധാനത്തിലുള്ള. അന്ന് എന്താ ഇതുവരെയുള്ള മുടി, നല്ല താടി, കണ്ടാൽ എല്ലാവരും ഒന്ന് നോക്കും. വേണുചേട്ടൻ്റെ അന്നത്തെ, ഇന്ന് വളരെ സ്റ്റൈലായിട്ട് താടി വളർത്തിക്കൊണ്ടിരുന്നവരൊക്കെ അന്നത്തെ വേണുചേട്ടൻ്റെ സ്റ്റൈല് ഇന്നത്തെ പോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അന്ന് അവിടെ ഇരുന്ന്. അപ്പോൾ നമുക്ക് തന്നെ താല്പര്യം. ഞാൻ പറഞ്ഞു തിരുമ്പിയോന്താൻ തമ്പി കേട്ടിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു M.Com ഇവിടെ പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓർഡർ നമ്മളറിയാം, മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ഒരു സ്വപ്നലോകത്തിലായിപ്പോയി. കാരണം വെച്ചാൽ വേണുചേട്ടൻ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൂച്ചക്കൊരു മൂക്കുത്തിയും സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ 100th ഡേ സെലിബ്രേഷന് ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്ക് വേണുചേട്ടനായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. മാറി നിന്നു, കണ്ടു. ഇങ്ങനെ ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓർഡർ നമ്മളറിയാമല്ല, ആദ്യം എനിക്ക് വെച്ചിരുന്ന ഒരു 3 സീനുള്ള ഒരു ഹിന്ദി മാഷിൻ്റെ വേഷമാണ്. ജഗതി ചേട്ടന് വെച്ചിരുന്ന വേഷമാണ്. ജഗതി ചേട്ടന് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് ഭാഗ്യവശാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ കോര എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് കിട്ടി. വേണുചേട്ടനെ കാണുന്നു. വേണുചേട്ടനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, വേണുചേട്ടനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ NSS വിമൻസ് കോളേജിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്കധികം ഓർമ്മ കിട്ടുന്നില്ല. പിന്നെയുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയൊന്നുമല്ല. വേണുചേട്ടൻ ആദ്യമേ തന്നെ വളരെ ക്ലോസ് ആയിട്ട് അങ്ങ് പെരുമാറാൻ തുടങ്ങി. 2 പേരുടെ പേര് എനിക്ക് എടുത്തു പറയണം, വേണുചേട്ടനും സുകുമാരി ചേച്ചി. സുകുമാരി ചേച്ചി അതേപോലെയാണ്. സുകുമാരി ചേച്ചി അന്നും എന്നെ വിളിച്ച പ്രൊഫസറെ എന്നാണ്. ആരോ പറഞ്ഞു കൊടുത്തു, കോളേജ് അധ്യാപക പ്രൊഫസറെ എന്ന് വിളിക്കുന്നു. അപ്പം വേണുചേട്ടൻ പറഞ്ഞു അത് പ്രൊഫസറൊന്നുമല്ല, അസരേഖയുടെ പ്രൊഫസറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേണുചേട്ടൻ അന്ന് തൊട്ട് എന്നെ കളിയാക്കി തുടങ്ങി. പക്ഷെ നമുക്കൊരു അറ്റീസ് ആക്കുക എന്നൊക്കെ പറയുന്നില്ലേ. ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട്, വേണുചേട്ടൻ, സുകുമാരി ചേച്ചി, അവരുടെ ഇടയിൽ ഞാനൊരു തുടക്കക്കാരനാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ്. നല്ല ഗൈഡൻസ് ആണ്. അതാണ് ഞാൻ വേണുചേട്ടൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ലേ. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വേണുചേട്ടൻ്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുക, കൂടെയുള്ള ആർട്ടിസ്റ്റിന് നമ്മുടെ മൂവ്മെൻറ്റ് അത് എന്തെങ്കിലും എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട ജഗദീഷ് അന്നേ കറക്റ്റ് ചെയ്തു. എൻ്റെ ഗുണം എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത്, അമച്വർ നാടകരംഗത്ത് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. TR സുകുമാരൻ നായർ സാർ, ജഗതി NK ആചാര്യ സാർ, PK വേണുക്കുട്ടൻ നായർ സാർ, TN ഗോപിനാഥൻ നായർ സാർ, അങ്ങനെയുള്ള ഏറ്റവും ടാലൻ്റായിട്ട് നടരാജൻ സാറ്, അങ്ങനെയുള്ള പ്രതിഭകളോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. സിനിമയിൽ വന്നപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ നെടുമുടി വേണുവും ശ്രീനിവാസനും. അപ്പോൾ അവരുടെയൊക്കെ അഭിനയം കാണുമ്പോൾ നമുക്ക് ഓവറാകാൻ പറ്റില്ല. ഓർമ്മയിലെന്നും